ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 21. റൂത്തിൽ നിന്നും ആർജിച്ചെടുത്ത ധൈര്യം കൈമുതലാക്കി മീര പൊരുതാൻ തുടങ്ങി. ആദ്യമൊക്കെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നത് കഠിനമായിരുന്നുവെങ്കിലും ദിവസങ്ങൾ കടന്നുപോയതോടെ മീര എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി. ആൽബി മെനഞ്ഞെടുത്ത കള്ളക്കഥകൾ വെറും നുണക്കഥകളായിരുന്നുവെന്ന് കാലം തെളിയിച്ചപ്പോൾ പലരുടെയും മനോഭാവം മാറി. മീര, ഐ എം റിയലി സോറി. ആൽബിയുടെ വാക്കുകൾ വിശ്വസിച്ച് നിന്നെപ്പോലെ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആ സെന്ററിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു കാലത്ത് അവളെ അവഹേളിച്ച ആ ഫിലിപ്പീന യുവാവ് വേദനയോടെ മാപ്പു പറഞ്ഞു. അവന്റെ വാക്കുകളിലെ പശ്ചാത്താപം മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞപ്പോൾ എല്ലാത്തിനും പകരമായി വെറുപ്പിന്റെ ഒരു വാക്കുപോലും മീര പറഞ്ഞില്ല. ഹൃദയത്തിൽ നിന്നൊരു പുഞ്ചിരി മാത്രം അവൾ അയാൾക്ക് സമ്മാനിച്ചു. അപമാനത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് അവൾ പുതിയൊരു ആത്മവിശ്വാസത്തോടെ അവിടെ നിലകൊണ്ടു. സമയം കാലത്തെ പിന്നിലാക്കി ഓടിക്കൊണ്ടേയിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം, മീര, ഗിറ്റലിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അവളുടെ നില അല്പം ഗുരുതരമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. ഒരു സായന്തനത്തിൽ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത അവളെ തേടിയെത്തി. ആ വാർത്ത കേട്ട് മീരയുടെ ഹൃദയം നുറുങ്ങി. ഈശോയെ, ആ പാവത്തിനൊന്നും വരുത്തല്ലേ എന്ന പ്രാർത്ഥനയോടെ അവൾ ആശുപത്രിയിലേക്ക് ഓടി. ഗിറ്റലിന്റെ തുടയിലിന് വലിയ ഫ്രാക്ചറുണ്ട്. ഇനി അവർക്ക് നടക്കാൻ കഴിയില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതം അവർ വീൽ ചെയറിലായിരിക്കും. ഗിറ്റലിനെ ജീവനോടെ എനിക്ക് കിട്ടിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. റൂത്തിന്റെ വാക്കുകൾ സമ്മാനിച്ച ഞെട്ടലിൽ തളർന്നു പോകാതെ മീര ഉറപ്പോടെ പറഞ്ഞു. പിന്നീടുള്ള മാസങ്ങൾ ആശുപത്രിയും വീടുമായി മീര വല്ലാത്ത തിരക്കിലായി. ആ ആശുപത്രി ജീവിതം അവൾക്ക് പുതിയ പാഠങ്ങളായിരുന്നു നൽകിയത്. അവിടുത്തെ ജോലി സംസ്കാരം മീരയെ അമ്പരിപ്പിച്ചു. ഏറ്റവും ഉയർന്ന പദവിയിലുള്ളവർ മുതൽ താഴേക്കിടയിലുള്ള ജോലിക്കാർ വരെ ഒരുപോലെ ബഹുമാനിക്കപ്പെടുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവിടെ ഓരോ തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ടായിരുന്നു. നേഴ്സിനോടോ മറ്റ് സാധാരണ ജീവനക്കാരോടോ ആരും മോശമായി പെരുമാറാറില്ല. ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ, പദവികളുടെ അതിർവരമ്പുകളില്ലാതെ മനുഷ്യർ പരസ്പരം നൽകുന്ന ആ ആദരവ് മീരയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ഗിറ്റൽ പൂർണ്ണമായും വീൽ ചെയറിലേക്ക് ഒതുങ്ങി. എന്നാൽ വിധി തളർത്തിയ ആ ശരീരത്തിനുള്ളിൽ തളരാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. തന്റെ പരിമിതികളെ അവർ നേരിട്ടത് തളർച്ചയോടെയല്ല, മറിച്ച് മുഖത്തെപ്പോഴും വിരിയുന്ന ആ മനോഹരമായ പുഞ്ചിരിയോടുകൂടി തന്നെയായിരുന്നു. ആ പുഞ്ചിരി മീരയ്ക്കും ഒരു വലിയ ആശ്വാസമായി. ഗിറ്റിന്റെ നിഴലായി മാറേണ്ടി വന്നതോടെ മീരയുടെ ജോലിഭാരം പല മടങ്ങ് വർദ്ധിച്ചു. അവരുടെ കുളിയും ഭക്ഷണവും പ്രാഥമിക കൃത്യങ്ങളും ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും മീര തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ ആ കഠിനാധ്വാനത്തെ ഒരു ജോലിയായല്ല, മറിച്ച് സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു മകളുടെ സമർപ്പണ ബോധത്തോടെയാണ് അവൾ കണ്ടത്. ഗിറ്റലിന്റെ ഓരോ ചെറിയ ആവശ്യങ്ങളിലും മീര അവളോട് ചേർന്നു നിന്നു. ജോലി തിരക്കുകളുടെ വേലിയേറ്റങ്ങൾക്കിടയിലും മീരയുടെ മനസ്സ് ദൂരെ കേരളത്തിലെ തന്റെ കൊച്ചു വീടിന് ചുറ്റും പറന്നു നടന്നു. മകൻ അലോഷിയുടെ കുസൃതി ചിരിയായിരുന്നു അവളുടെ ഏക ഊർജം. ഓരോ തുള്ളി വേർപ്പൊഴുക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ജീവിക്കാൻ വേണ്ടത് സമ്പാദിച്ച് എത്രയും വേഗം തന്റെ മകന്റെ അരികിലേക്ക് മടങ്ങുക. ആ സ്വപ്നമായിരുന്നു അവളെ മുന്നോട്ട് നയിച്ചത്. ഒരു രാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വലിയ ശബ്ദം കേട്ടാണ് മീര ഞെട്ടി ഉണർന്നത്. അപായ സൂചന നൽകിക്കൊണ്ട് അലാം സൗണ്ട് മുഴങ്ങുന്നു. തൊട്ടു പിന്നാലെ അതിശക്തമായ സ്ഫോടനങ്ങൾ. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു. പെട്ടെന്ന് മീരയുടെ മനസ്സിലേക്ക് ഗിറ്റലിന്റെ മകൻ ഒരിക്കൽ അവളെ ഓർമ്മിപ്പിച്ച ആ കാര്യം കടന്നു വന്നു. മീര, ഇത് യുദ്ധങ്ങളുടെ നാടാണ്. എന്നെങ്കിലും അങ്ങനെ ഒരു അപകടം തേടിയെത്തിയാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കണം. ഗിറ്റിനെ ഓർത്ത് സമയം കളയരുത്. അതെ, ആ വലിയ അപകടമാണ് തനിക്ക് മുൻപിലുള്ളത്. പക്ഷേ മരിച്ചാലും ഗിറ്റിനോടൊപ്പം മാത്രം. ആ ഭീകരമായ അവസ്ഥയിലും മീര ഉറച്ച തീരുമാനമെടുത്തു. ഉറക്ക ഗുളികളുടെ ലഹരിയിൽ മയങ്ങിക്കിടന്ന ഗിറ്റലിനെ അവൾ സർവ്വശക്തിയും എടുത്ത് വീൽ ചെയറിലേക്ക് മാറ്റി. അപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിലിൽ ആരോ ആഞ്ഞു മുട്ടുന്ന ശബ്ദം കേട്ടത്. അവൾ വാതിലിന്റെ ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തു നിൽക്കുന്നവർ അക്ഷമയോടെ വാതിലിൽ മുട്ടുന്നു. അവരുടെ മുഖം മറച്ചിരിക്കുന്നു. കൈകളിൽ തോക്കുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പട്ടാളക്കാരല്ല എന്ന് മീര മനസ്സിലാക്കി. തീർച്ചയായും അവർ ഭീകരവാദികൾ തന്നെ.
മീര പെട്ടെന്ന് ഗിറ്റലിന്റെ മുറിയിലേക്ക് തിരിഞ്ഞോടി. ആ വാതിൽ കുറ്റിയിട്ടു. ഭാരമേറിയ അലമാരയും മേശയും കഷ്ടപ്പെട്ട് നീക്കി അവൾ ആ വാതിലിന് മറയായി വെച്ചു. എല്ലാ ബഹളവും കേട്ട് ഗിറ്റൽ കണ്ണു തുറന്നു. മീര, എന്താണിത്? എന്താ സംഭവിക്കുന്നത്? ഗിറ്റൽ പരിഭ്രമത്തോടെ ചോദിച്ചു. ഗിറ്റ്, പ്ലീസ് മിണ്ടരുത്. പുറത്ത് ആരൊക്കെയോ ഉണ്ട്. അവർ വാതിൽ തകർക്കാൻ നോക്കുകയാ, മീര വിറയലോടെ പറഞ്ഞു. എന്നെ നോക്കണ്ട മീര. നിനക്ക് ഇനിയും ഒരുപാട് ജീവിക്കാനുള്ളതാ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. നിനക്കായി കാത്തിരിക്കുന്ന ഒരു മകനുണ്ട്. അവന് നീ വേണം. എന്നെ പോലൊരു തളർന്ന ശരീരത്തിന് വേണ്ടി നിന്റെ ജീവൻ കൂടി കളയരുത് കുട്ടി. നീ പോകൂ. വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോഴും ആ കണ്ണുകളിൽ മീരയോടുള്ള കരുതൽ മാത്രമായിരുന്നു. സ്വന്തം മരണം മുന്നിൽ കണ്ടിട്ടും തന്റെ ജീവനേക്കാൾ മീരയുടെ ഭാവിയെ ഓർത്ത് ആ അമ്മയുടെ ഹൃദയം തേങ്ങുകയായിരുന്നു. ഇല്ല ഗിറ്റ്, മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം, മീര തന്റെ ജപമാലയിൽ മുറുകെ പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു. മുറിക്ക് പുറത്ത് വാതിൽ തകർക്കാനുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവർ മരണത്തെ മുഖാമുഖം കണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് വെടിയൊച്ചകൾ നിലയ്ക്കാതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നുള്ള ആർത്തനാദങ്ങൾക്കിടയിൽ അവരുടെ വീടിന്റെ വാതിലിൽ ആരോ ആഞ്ഞു തൊഴിച്ചു. മീര, വേഗം പോലീസിനെ വിളിക്കൂ. ഗിറ്റിന്റെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ തടികൊണ്ടുള്ള വാതിൽ പാളുകൾ തകർന്ന് ഉള്ളിലേക്ക് വീണു. ഭീകരവാദികൾ വീടിനുള്ളിലേക്ക് ഇരിച്ചു കയറി കഴിഞ്ഞിരിക്കുന്നു. മീര ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കി. ഹാളിലെ സാധനങ്ങൾ വലിച്ചെറിയുന്നതും പാത്രങ്ങൾ ഉടയുന്നതും ദേഷ്യത്തോടെയുള്ള അവരുടെ ആക്രോശങ്ങളും മീര കേട്ടു. മരണദൂതൻ തൊട്ടടുത്തെത്തിയെന്ന് അവൾക്ക് തോന്നി. ശബ്ദമുണ്ടാക്കരുത് മീര, അവർ തീവ്രവാദികളാണ്, കരുണയില്ലാത്തവർ. നമുക്ക് മാക്സിമം പിടിച്ചു നിൽക്കാം. ആരെങ്കിലും രക്ഷിക്കാൻ വരുമായിരിക്കും. മീര അവരെ കെട്ടിപ്പിടിച്ച് വിറച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയലേശമില്ലാതെ ഗിറ്റ് അവളെ ആശ്വസിപ്പിച്ചു. മരണത്തെ ഇത്രയെടുത്ത് കണ്ടിട്ടും അവരുടെ മുഖത്ത് ഒരുതരം ശാന്തതയായിരുന്നു. മീര, നിങ്ങളുടെ വിശ്വാസത്തിൽ മരണസമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അത് ചൊല്ലിക്കോളൂ. നമ്മൾ ഇനി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഗിറ്റ് അത് പറഞ്ഞപ്പോൾ മീര വിറയലോടെ ഈശോ മറിയം ഔസേപ്പേ എന്ന സവിശേഷമായ പ്രാർത്ഥന ഉരുവിട്ടു. അതോടെ അവളുടെ ഉള്ളിലെ ഭയം മാറി. ഒരു പ്രത്യേക സമാധാനം അവളിൽ വന്നു നിറഞ്ഞു. പെട്ടെന്ന് ഹാളിലെ ശബ്ദങ്ങൾ നിലച്ചു. അവർ പോയി കാണുമെന്ന് കരുതി മീര വാതിലിനടുത്തേക്ക് നീങ്ങിയ നിമിഷം ഒരു വൻ സ്ഫോടനം ആ വാതിലിനപ്പുറം നടന്നു. അതിന്റെ ആഘാതത്തിൽ മീര തെറിച്ച് ഗിറ്റലിന്റെ കട്ടിലിനപ്പുറം വീണു. അവളുടെ ചെവികൾ അടഞ്ഞു. സമയം കടന്നുപോയി. ഏറെ നേരത്തിന് ശേഷം മീര ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കി. താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മീര, ഇനി നോക്കി നിൽക്കരുത്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ, ഗിറ്റ് അലറി. രക്ഷിക്കാൻ ആരും വരില്ലെന്നുറപ്പായതോടെ മീര സർവ്വശക്തിയും എടുത്ത് വാതിലിന് തടസ്സമായി വെച്ചിരുന്ന സാധനങ്ങൾ തള്ളി നീക്കി. ഗിറ്റലിന്റെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഓടി. ഇന്നലെ വരെ സ്വർഗം പോലെ ഇരുന്ന ആ വീട് തകർന്ന് കത്തിയെരിയുകയായിരുന്നു. മീര, വേഗം സിനഗോഗിന് താഴെയുള്ള ബെങ്കറിലേക്ക് വരൂ, ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അവൾ വീൽ ചെയർ തള്ളിക്കൊണ്ടു പാഞ്ഞു. അതിനിടയിലൂടെ ആ വീൽ ചെയർ നിൽക്കുക അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും മകനെ ഓർത്തുള്ള കരുത്തിൽ അവൾ കുതിച്ചു പാഞ്ഞു. പോകുന്ന വഴിയിൽ അവൾ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു. മരണത്തിലും പിരിയാതെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന റൂത്തും ജാഫിയും അവരുടെ കുഞ്ഞും. ആ കാഴ്ച കണ്ട് മീരയുടെ ഉള്ളം തേങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ തെറിച്ചു വന്ന ഒരു കുഞ്ഞിന്റെ കൈ ഗിറ്റലിന്റെ മടിയിലേക്ക് പതിച്ചു. പാൽമണം മാറാത്ത ആ കുഞ്ഞിക്കൈ കണ്ടതും മീര അലറിക്കരഞ്ഞു. തളരരുത് മീര, നിന്റെ മകന് നീ മാത്രമേ ഉള്ളൂ. മനസാക്ഷിയുടെ ആ ശബ്ദം അവളെ വീണ്ടും മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിച്ചു. സിനഗോഗിന്റെ വാതിൽക്കൽ എത്തിയതും ആരോ അവരെ രണ്ടുപേരെയും ബെങ്കറിനുള്ളിലേക്ക് വലിച്ചിട്ടു. വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു. ഇരുട്ട് നിറഞ്ഞ ആ ബെങ്കറിൽ ജാതിയോ മതമോ പണമോ ഇല്ലാത്ത വെറും മനുഷ്യർ മാത്രമായി അവർ ഒതുങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ മീര ഗിറ്റലിനെ നോക്കി. തളർന്നു കിടന്ന അവർ മീരയെ നോക്കി ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഈ സ്ത്രീ മരിച്ചു. ഈ ബോഡി പുറത്തേക്കിടണം. ഇവിടെ നടക്കുന്നത് യുദ്ധമാണ്. ഇവിടെ മരിച്ചവരെക്കാൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് പ്രാധാന്യം. പട്ടാള യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് കർശനമായി പറഞ്ഞു. മനുഷ്യജീവിതം എത്രത്തോളം നിസ്സാരമാണെന്ന സത്യം മീര വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന ഗിറ്റിന്റെ ശരീരം
ഒടുവിൽ ഒരു പാഴ്വസ്തു എന്നതുപോലെ അവർ പുറത്തേക്കെറിഞ്ഞു. യുദ്ധഭൂമിയിൽ ജീവനറ്റ ശരീരങ്ങൾ വെറും നെഗറ്റീവ് എനർജി മാത്രമാണെന്ന ക്രൂരമായ സത്യം മീരയ്ക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു. ഒന്ന് കരയാൻ പോലും ആകാതെ അവൾ തളർന്നിരുന്നു. 2 ദിവസത്തിന് ശേഷം പട്ടാളം എത്തി എന്നറിഞ്ഞ് മീര ബങ്കറിന് പുറത്തേക്ക് ഇറങ്ങി. ആ ബങ്കറിന് പുറത്ത് അവൾ കണ്ടത് വെറും ഒരു ശവപ്പറമ്പ് മാത്രമായിരുന്നു. പൊള്ളലേറ്റ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, എല്ലായിടത്തും മരണത്തിന്റെ രൂക്ഷഗന്ധം മാത്രം. താൻ താമസിച്ചിരുന്ന വീടിന്റെ സ്ഥാനത്ത് ഒരു കൽക്കൂമ്പാരം മാത്രം. തന്റെ പാസ്പോർട്ടും സമ്പാദ്യവും എല്ലാം ആ ചാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അന്യരാജ്യത്ത് മീര എന്ന പെൺകുട്ടിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അവളുടെ ജീവൻ മാത്രമാണ്. വിധിയുടെ ക്രൂരമായ തീരുമാനത്തിന് മുമ്പിൽ പകച്ചുപോയ മീരയ്ക്ക് ആ ശവപ്പറമ്പിൽ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അവൾ പതിയെ ബംഗറിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. ഗാസ അതിർത്തിയായിരുന്നതിനാൽ ഗ്രാമം തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇസ്രയേലികളും പാലസ്തീനുകളും ഒരുപോലെ കൊല്ലപ്പെട്ട ആ നാളുകളിൽ ബംഗറുകൾ മാത്രമായിരുന്നു അവരുടെ ഏക അഭയം. മീരയുടെ ജീവിതവും ആ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി. ഭയപ്പെടുത്തുന്ന ആ പകലിൽ മീര തനിക്ക് ചുറ്റും നോക്കി. യഹൂദരും അറബ് മുസ്ലിം ക്രിസ്ത്യാനികളും എല്ലാ വിഭാഗങ്ങളും അതിനുള്ളിലുണ്ട്. എല്ലാവരും ആ മണ്ണിന്റെ മക്കൾ. എന്നാൽ ആ ഷെൽട്ടറിൽ അവശേഷിച്ച ഒരേ ഒരു വിദേശി മീരയായിരുന്നു. മറ്റുള്ളവർ സംസാരിക്കുന്ന ഹീബ്രുവും അറബിയും അവൾക്ക് അജ്ഞാതമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പോലും ഭാഷ അവൾക്ക് തടസ്സമായി. ആൾക്കൂട്ടത്തിന് നടുവിൽ അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് എറിയപ്പെട്ട ഗിറ്റലിന്റെ ശരീരവും മരണത്തിലും വേർപിരിയാത്ത റൂത്തും ജാഫിയും മകനും ഓരോ നിമിഷവും അവളെ അസ്വസ്ഥമാക്കി. ബംഗറിലെ പലരെയും മുൻപ് കണ്ടു പരിചയമുണ്ടെങ്കിലും ആരോടും അവൾ മുൻപ് സംസാരിച്ചിട്ടില്ല. യഹൂദർ പൊതുവെ സൗഹൃദത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണ്. ചിലർക്ക് അന്യനാട്ടുകാരിയോടുള്ള അവഗണനയും. ദിവസങ്ങൾ നീങ്ങിയതോടെ ബംഗറിലുള്ളവർ പരസ്പരം പരിചയപ്പെട്ടു തുടങ്ങി. എങ്കിലും അവിടെയും മീര മാത്രം ഒറ്റപ്പെട്ടു. ശാരീരികമായും മാനസികമായും തകർന്ന അവളുടെ അവസ്ഥ ദിവസങ്ങൾ ചെല്ലുന്തോറും മോശമായി. ഒപ്പം വിശപ്പ് സഹിക്കാനാകാത്ത ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ആ ദിവസങ്ങളിൽ അതുമാത്രമായിരുന്നു അവളുടെ ഏക ആഗ്രഹം. ഇടയ്ക്കിടെ പട്ടാളക്കാർ ബംഗറിലേക്ക് ഭക്ഷണപ്പൊതികൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിശന്നു പൊരിഞ്ഞ മനുഷ്യർ ആ ആഹാരത്തിന് മേൽ ആക്രാന്തത്തോടെ വീഴുമ്പോൾ അവരോട് മല്ലിട്ട് ഒന്നും കൈക്കലാക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല. അവിടെയും അവൾ പരാജയപ്പെട്ടു. ബോംബുകൾ തന്റെ ജീവൻ എടുത്തില്ലെങ്കിലും പട്ടിണി തന്നെ ഇല്ലാതാക്കുമെന്ന് അവൾ ഭയന്നു. വിശപ്പടക്കാൻ കഴിയാതെ മീര ചുറ്റും കണ്ണുകൾ പായിച്ചു. ബംഗറിന്റെ ഒരു കോണിൽ പരസ്പരം ചേർന്നിരിക്കുന്ന യുവമിഥുനങ്ങളെ അവൾ കണ്ടു. അവരുടെ കൈവശം ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ട്. അത് തട്ടിപ്പറിച്ചെടുക്കാൻ അവളുടെ മനസ്സ് വെമ്പിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. അത്തരമൊരു ശ്രമം നടത്തിയാൽ ചുറ്റുമുള്ളവർ തന്നെ തല്ലിക്കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ നിസ്സഹായതയോടെ അവൾ പിൻവാങ്ങി. അവൾ ആർത്തിയോടെ വീണ്ടും വീണ്ടും ആ ബ്രെഡ് പാക്കറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നാൽ അത് തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മീര നിരാശയോടെ നിലത്തേക്ക് ചുരുണ്ടുകൂടി. ഹേയ്, ഇത് കഴിച്ചോളൂ. ആ ശബ്ദം കേട്ട് മീര കണ്ണു തുറന്നു. തനിക്ക് നേരെ നീളുന്ന ഒരു കഷ്ണം ബ്രെഡ്. അത് കണ്ടതും അവൾ ആർത്തിയോടെ ചാടി എഴുന്നേറ്റ് അത് പിടിച്ചു വാങ്ങി. അത് മുഴുവനായി ഒന്നിച്ചു വായിലേക്ക് കുത്തിക്കയറ്റി. ഒരു നിമിഷം വൈകിയാൽ മറ്റാരെങ്കിലും അത് തട്ടിപ്പറിച്ചെടുത്തേക്കുമോ എന്ന ഭയം അവളെ പിടികൂടിയിരുന്നു. ഹേയ്, പതുക്കെ, ദാ ഈ വെള്ളം കൂടി കുടിച്ചോളൂ. അവർ നീട്ടിയ വെള്ളം ആർത്തിയോടെ കുടിച്ചു തീർത്ത മീര ഒരല്പ ആശ്വാസം തോന്നിയപ്പോൾ തന്റെ അന്നദാതാവിനെ നോക്കി. മുന്നിൽ നിൽക്കുന്ന ആ സുന്ദരിയായ സ്ത്രീയെ അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഗിറ്റലിന്റെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകാൻ മുൻകൈയെടുത്ത അതേ പെൺകുട്ടി. മീര അവളെ നോക്കി നന്ദിയോടെ ഒന്ന് പുഞ്ചിരിച്ചു. താങ്ക്സ്. ആ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ മീരയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നനഞ്ഞു തുളുമ്പി. ആ ചെറിയ കഷ്ണം ബ്രെഡ് വെറും ഒരു ആഹാരമായിരുന്നില്ല, മറിച്ച് മരണപ്പെടാൻ പോകുന്ന ഒരാൾക്ക് മുൻപിൽ നീട്ടപ്പെട്ട ജീവശ്വാസമായിരുന്നു. തന്റെ നിസ്സഹായത തിരിച്ചറിഞ്ഞ് കരുണയോടെ അരികിലെത്തിയ ആ മനുഷ്യത്വത്തിനു മുൻപിൽ മീരയുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. ഹേയ്, ഞാൻ കേരൻ. മീരയുടെ നന്ദി വാക്കുകൾക്ക് മറുപടിയായി അവൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ മീര, ഇന്ത്യനാണ്. കണ്ണുനീർ തുടച്ചുകൊണ്ട് മീരയും തന്നെ പരിചയപ്പെടുത്തി. കേരൻ പട്ടാളത്തിലാണല്ലേ? മീരയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തുടങ്ങവേ ആരോ വിളിക്കുന്നത് കേട്ട് കേരൻ ഞെട്ടിത്തിരിഞ്ഞു. ആഗതരെ തിരിച്ചറിഞ്ഞ അവൾ അവർക്ക് നേരെ നടന്നു. അത് ഒരു കൂട്ടം പട്ടാള ഉദ്യോഗസ്ഥരായിരുന്നു.
അവർ കേരനോട് എന്തൊക്കെയോ ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. സംഭാഷണത്തിനൊടുവിൽ അവൾക്ക് ഹസ്തദാനം നൽകി മടങ്ങുന്നത് മീര കണ്ടു. മീര, എനിക്ക് റിസർവ് ഡ്യൂട്ടി ഉണ്ട്, അത് പറയാനാ അവർ വന്നത്. ഞാൻ ഈ കാര്യം ഡാനിയോടൊന്ന് പറയട്ടെ. അവന് വിഷമമാകും, എങ്കിലും പോകാതിരിക്കാൻ എനിക്കാകില്ലല്ലോ. രാജ്യത്തെ സേവിക്കൽ നമ്മുടെ കടമയല്ലേ. മേരൻ അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിന്നെ ഒരുപക്ഷെ ഇനി നമ്മൾ കണ്ടു എന്ന് വരില്ല, എങ്കിലും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ നിന്നും പോകും വരെ നിനക്ക് ഡാനി കൂട്ടുണ്ടാകും. നടന്നു തുടങ്ങിയ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മുഖത്ത് നേർത്തൊരു നിരാശയോടെ പറഞ്ഞു. അതിനുശേഷം അവൾ ബെങ്കറിന്റെ മറുഭാഗത്തേക്ക് നടന്നു. മീരയുടെ കണ്ണുകൾ അവളെ തന്നെ പിന്തുടർന്നു. കേരൻ, അവൾ എത്ര സുന്ദരിയാണ്. ഏകദേശം 24 വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമുണ്ടാകൂ. ഉയരത്തിനൊത്ത വടിവാർന്ന ശരീരം, നടക്കുമ്പോൾ ഇളകിയാടുന്ന അവളുടെ നീളമേറിയ സ്വർണ്ണ മുടിയിഴകളും തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളും, ഒരു ദേവതയെ പോലെ നിറമാർന്ന സൗന്ദര്യം. അവൾ അവിടെ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതാരാണെന്നറിയുന്നതിനേക്കാൾ മീരയുടെ ശ്രദ്ധ കേരനിൽ മാത്രമായിരുന്നു. സംസാരിക്കുമ്പോൾ മിന്നിമറയുന്ന നിരയൊത്ത വെളുത്ത പല്ലുകളും ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികളും അവൾക്ക് പ്രത്യേക അഴകേകി. എന്നാൽ ആ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആരെയും സഹായിക്കാൻ ഓടിയെത്തുന്ന അവളുടെ ഹൃദയത്തിനാണ് കൂടുതൽ തിളക്കമെന്ന് മീരയ്ക്ക് തോന്നി. ദൈവത്തിന്റെ പ്രതിരൂപം പോലെ ആ സ്നേഹം അവളിൽ നിറഞ്ഞു നിന്നു. അവൾ ആ യുവാവിനോട് എന്തൊക്കെയോ സംസാരിക്കുകയും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഡാനി, കേരന്റെ പ്രിയപ്പെട്ടവൻ. യുദ്ധത്തിന്റെ കൊടുങ്കാറ്റിൽ വേർപിരിയേണ്ടി വന്ന ആ 2 ഹൃദയങ്ങളുടെ വേദന മീര അകലെയിരുന്ന് കണ്ടു. മറ്റേതൊരു യാത്ര പോലെയല്ല യുദ്ധത്തിലുള്ള യാത്രയയപ്പ്. സാധാരണ യാത്രകൾക്കെല്ലാം മടങ്ങിവരവിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിർത്തിയിലേക്ക് തിരിക്കുന്ന പട്ടാളക്കാർ പോകുന്നത് അത്തരമൊരു ശുഭപ്രതീക്ഷയോടെയല്ല. തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയാത്ത ഒരുതരം നിസ്സംഗതയിലാണ് അവർ. അടിയന്തര സാഹചര്യത്തിൽ രാജ്യത്തെ സേവിക്കാൻ കേരനും ഇപ്പോൾ അങ്ങോട്ട് യാത്രയാകുകയാണ്. ഒരു നിമിഷം കൊണ്ട് തന്നോട് സൗഹൃദം പങ്കുവെച്ച കേരൻ പടിയിറങ്ങുന്നത് കണ്ടപ്പോൾ മീരയുടെ ഉള്ളുലഞ്ഞു. വിതുമ്പിക്കരയാനാണ് അവൾക്ക് തോന്നിയത്. തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം വിരഹവും വേദനയുമാണല്ലോ വിധി നൽകുന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. ഹേയ് മീര, നിങ്ങൾ ഇങ്ങനെ ഒന്നിനും താല്പര്യമില്ലാതെ ഇരുന്നാൽ എങ്ങനെയാ? ഇതൊരു യുദ്ധഭൂമിയാണ്. ഇവിടെ അതിജീവിക്കണമെങ്കിൽ സ്വന്തം കാര്യം നോക്കാനെങ്കിലും ഒരു കഴിവ് വേണം. ചുരുങ്ങിയത് സ്വന്തമായി ആഹാരം സമ്പാദിക്കാനെങ്കിലും പഠിക്കണം. പിറ്റേന്ന് രാവിലെ ഒരു പുരുഷ ശബ്ദമാണ് മയങ്ങിക്കിടന്ന മീരയെ ഉണർത്തിയത്. അവൾ പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ അവൾക്ക് തിരിച്ചറിയാനായില്ല. ആ ശബ്ദം അവൾക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല. ആരായിരിക്കും തന്നോട് ഇത്ര അധികാരത്തോടെ സംസാരിക്കുന്നത്? മീര അത്ഭുതത്തോടെ എഴുന്നേറ്റു. തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. എവിടെയോ കണ്ടു മറന്ന മുഖം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയോ രൂപസാദൃശ്യം അയാൾക്കുണ്ട്. കിച്ചൻ അവളുടെ അന്തരംഗം മന്ത്രിച്ചു. ഡാ നീ? മീര ഞെട്ടലോടെ ചോദിച്ചു പോയി. ഹേയ്, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഡാനിയൽ ബർഗ്മാൻ, കേരന്റെ ബോയ് ഫ്രണ്ട്. എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാകില്ല. മീരയുടെ കണ്ണിന് മുൻപിൽ കൈഞ്ഞൊടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഓ, ഐ എം സോറി. പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റൊരാളാണെന്ന് തോന്നിപ്പോയി. അവൾ വേഗം യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു. ഹേയ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഇപ്പോൾ കയറുന്നില്ല. അതുകൊണ്ട് സ്വന്തമായി ഭക്ഷണം കൈക്കലാക്കാൻ ശ്രമിക്കണം. പറ്റുന്നത് പോലെ ഞാനും സഹായിക്കാം. അയാൾ അവൾക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. മീരയുടെ കണ്ണുകൾ അയാളുടെ രൂപം ശ്രദ്ധിക്കുകയായിരുന്നു. കിച്ചുവിൻ്റെതുപോലെ സുന്ദരമായ പൂച്ചക്കണ്ണുകൾ. ആ കണ്ണുകളുടെ വശ്യത മറയ്ക്കാൻ എന്നവണ്ണം ഒരു കണ്ണട ധരിച്ചിട്ടുണ്ട്. അലസമായി വളർന്ന താടി രോമങ്ങൾ. കേരന്റേതുപോലെ തന്നെ മനോഹരമായ മൂക്കും നുണക്കൊഴികളും. എന്തെന്നില്ലാത്ത ഒരു സ്വർഗീയ അനുഭൂതി തന്നിൽ നിറയുന്നത് മീര അറിഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന പ്രണയം അതിന്റെ വേലിക്കെട്ടുകൾ തകർന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ പുറത്തേക്ക് ഒഴുകുന്നതായി അവൾക്ക് തോന്നി. ഒരുപക്ഷെ അയാൾക്ക് കിച്ചുവിനോടൊരു രൂപസാദൃശ്യമായിരിക്കാം അവളെ ഇത്രമേൽ സ്വാധീനിച്ചത്. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ്. തന്റെ മനസ്സ് കൈവിട്ടു പോകുന്നത് തടയാൻ ശ്രമിച്ചുകൊണ്ട് മീര പെട്ടെന്ന് പറഞ്ഞു. ശരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറ്. എനിക്ക് എന്റെ കേരൻ എല്ലാമാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ അമേരിക്കയിൽ നിന്നും ഇവിടേക്ക് വന്നത്. അവളെ കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ മണ്ണിൽ വെച്ച് വിവാഹിതരാകണം, പിന്നീട് അമേരിക്കയിലേക്ക് ജീവിതം പറിച്ചു നടണം, ഒരുപാട് മക്കൾ, വലിയൊരു കുടുംബം.
പിന്നെ മരിക്കുവോളം സ്നേഹിച്ചു തീർക്കാൻ 100 മോഹങ്ങൾ. പക്ഷെ അതിനിടയിലാണ് ഈ ദുരന്തം. എല്ലാം ദൈവനിശ്ചയമായിരിക്കാം. അവൾ തിരിച്ചു വരുന്നതുവരെ എനിക്ക് കാത്തിരുന്നേ പറ്റൂ. അത് പറയുമ്പോൾ ഡാനിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു യഹൂദനല്ലേ? മീര പെട്ടെന്ന് ചോദിച്ചു. അല്ല, ഡാനി ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ കേരനെ ആദ്യമായി കാണുന്നത്. കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ചേർന്ന കാലം. അവിടെ സഹപാഠിയായി വന്ന ഇസ്രായേലി പെൺകുട്ടിയോട് തോന്നിയ പ്രണയമാണ് എന്നെ ഈ മണ്ണിൽ എത്തിച്ചത്. പ്രകൃതി പച്ചപ്പ് വിരിച്ച പുൽമേടുകളും കാടും മലയും ഒത്തുചേർന്ന സ്റ്റാൻഫോർഡ് ക്യാമ്പസ് പ്രണയിക്കാത്തവരെ പോലും പ്രണയിക്കാൻ പേരിപ്പിക്കുന്ന ഒരിടമായിരുന്നു. ആദ്യമൊക്കെ എന്നെ പ്രണയിക്കാൻ കേരന് വല്ലാത്ത ഭയമായിരുന്നു. പക്ഷെ പതുക്കെ ഞങ്ങൾ അടുത്തു. ഞങ്ങളുടെ ബന്ധം ആ ക്യാമ്പസിൽ പടർന്നു പന്തലിച്ചു. ഡാനി, എനിക്കൊന്ന് നാട്ടിൽ പോണം. നിന്റെ കാര്യം വീട്ടിൽ പറയണം. വിവാഹം കഴിക്കാതെ ഇങ്ങനെ കറങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ലിവിങ് ടുഗദർ എന്ന എന്റെ ആശയത്തോട് അവൾക്ക് വിയോജിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം. നീ താമസിക്കുന്നത് ഒരു വില്ലേജിലാണെന്നല്ലേ പറഞ്ഞത്? എനിക്ക് അവിടെ താമസിക്കാൻ ഒരു വീട് കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ലല്ലോ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലടോ. ആ വാക്കുകൾ കേട്ടപ്പോൾ കേരനും അത് സമ്മതമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇസ്രായേലിന്റെ മണ്ണിലെത്തി. ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പോൾ ആഴ്ച 1 ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കേരന്റെ സഹോദരൻ ബെന്നിന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അയാൾ യൂറോപ്പിലാണ്. അവനു കൂടി നാട്ടിലെത്തിയ ശേഷം കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ അതിനു മുൻപേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാം വിധി. അത് പറയുമ്പോൾ ഡാനി ദീർഘമായി നിശ്വസിച്ചു. ഫ്രണ്ട്സ്. ഡാനി സൗഹൃദത്തോടെ മീരയ്ക്ക് നേരെ കൈനീട്ടി. മീര ആ കൈകളിൽ തന്റെ കൈകൾ ചേർത്ത് വെച്ചു. അനാഥമായ ഒരു തുരുത്തിൽ തനിക്ക് ലഭിച്ച വലിയൊരു ആശ്വാസമായിരുന്നു ആ സൗഹൃദം. പുറത്ത് യുദ്ധം അതിന്റെ സംഹാര താണ്ഡവം തുടരുകയാണ്. മിസൈലുകളുടെ മുഴക്കവും സൈനിക വാഹനങ്ങളുടെ ശബ്ദവും ബംഗറിന്റെ ഭിത്തികളെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല മീര. നമ്മൾ നമ്മുടെ അതിജീവനം കണ്ടെത്തണം. ഈ ബംഗറിനുള്ളിൽ ആഹാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ഇനിയും കൂടും. അടുത്ത തവണ പട്ടാളക്കാർ എത്തുമ്പോൾ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം. വീണ്ടും ഒരിക്കൽ കൂടി ഡാനി അത് പറയുമ്പോൾ മീര മറുത്തൊന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സ് അപ്പോഴും ഡാനിയുടെ മുഖത്തെ കിച്ചുവിന്റെ സാദൃശ്യത്തിലായിരുന്നു. മറുനാട്ടിൽ മരണം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്റെ പ്രണയരൂപത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ അരികിലിരിക്കുന്നത് അവൾക്ക് വിചിത്രമായ ഒരു ധൈര്യം നൽകി. താൻ എന്തിനാണ് ഇസ്രായേലിലേക്ക് വന്നത്? ദിവസങ്ങൾക്ക് ശേഷം ഡാനി ചോദിച്ചു. തന്റെ ദാരിദ്ര്യവും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും ഇസ്രായേലിലെ കെയർടേക്കർ ജോലിക്കായി വിമാനം കയറിയതും അവൾ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ചു. ഗിറ്റലിനെയും റൂത്തിനെയും നഷ്ടപ്പെട്ടതോടെ താൻ എങ്ങനെ ഈ ബംഗറിൽ തനിച്ചായി എന്നും അവൾ പറഞ്ഞു. എല്ലാം ഡാനി ശ്രദ്ധയോടെ കേട്ടിരുന്നു. വിഷമിക്കേണ്ട മീര. കേരൻ പറഞ്ഞതുപോലെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടും. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു പോകണം. ആ വാക്കുകൾ ആ ഇരുണ്ട ബംഗറിൽ ഒരു പുതിയ പ്രത്യാശയുടെ വെളിച്ചം നിറയ്ക്കുന്നത് മീര അറിഞ്ഞു. പട്ടിണിയും മരണഭയവും വല്ലാതെ തളർത്തിയെങ്കിലും ഡാനിയുടെ സാമീപ്യം അവൾക്കൊരു തണലായി മാറി. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.